സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം കേവലം 35 സീറ്റിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ 99 നിന്നും പിന്നീട് 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 35 സീറ്റിലേക്ക് CPM ഒതുങ്ങുന്നു. അതിൽ 8 സീറ്റ് CPIയുടെയാണ്. ബാക്കി 26 സീറ്റ് CPM-നും 1 സീറ്റ് RJDക്കും. അങ്ങനെ 35 സീറ്റ്. ഇപ്പോൾ ശുഷ്കമായ പ്രതിപക്ഷമായിരുന്നിട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയ അടി നടക്കുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPI നിരന്തരം CPM-ന് ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഉപനേതൃസ്ഥാനം തന്നില്ലെങ്കിൽ ഒരുപക്ഷെ സഭയിൽ വേറൊരു വിങ്ങായിരിക്കും എന്ന് വരെ ബിനോയ് വിശ്വം തുറന്നടിച്ചിരിക്കുന്നു. പിണറായി വിജയനാകട്ടെ അങ്ങനെയൊരു പദവിയില്ല, ആ പദവിയെ ചൊല്ലി ഇനി ഒരു ചർച്ചയില്ല. അതുകൊണ്ട് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന് പറഞ്ഞൊരു പദവിയില്ലാത്തതിൻ്റെ പേരിൽ ആ ഒരു ചർച്ച ഇനി അപ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുന്നിൽ ഒരു അപേക്ഷ എത്തുന്നു. അതായത് CPM-ൻ്റെ മുതിർന്ന നേതാവായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാലൻ അദ്ദേഹം സ്പീക്കർക്ക് കൊടുത്തിരിക്കുന്ന അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവിന് സഭയിൽ ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു മുറി വേണം എന്നുള്ളത് തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിണിതപ്രജ്ഞനായ ഒരു നിയമസഭാ സാമാജികനാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, പല പദവികളും വഹിച്ചിട്ടുള്ള ആൾ. അദ്ദേഹം പറഞ്ഞു അതിന് വിഷമമില്ല, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഒരു മുറി വേണം എന്നുള്ളത് പരിഹരിക്കാം, പരിഗണിക്കാം. അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ കത്തുമായി വരണം, എന്നാലേ സാധിക്കൂ എന്ന് തിരുവഞ്ചൂർ അടിവരയിട്ട് പറഞ്ഞു. KN ബാലഗോപാൽ സ്വയം പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കുപ്പായമെടുത്ത് അണിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തിരുവഞ്ചൂരിനെ സമീപിച്ചത്. അത്ര കർക്കശ സ്വഭാവക്കാരനല്ലാത്തതിൻ്റെ പേരിൽ തിരുവഞ്ചൂർ വഴങ്ങും എന്നാണ് KN ബാലഗോപാലൻ വിചാരിച്ചത്. ഇപ്പോൾ ഫലത്തിൽ 8ൻ്റെ പണിയായി. പിണറായി വിജയൻ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു മുറി അനുവദിക്കാൻ പറഞ്ഞ് കത്ത് കൊടുക്കില്ല. കാരണം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമില്ല, അതുകൊണ്ട് CPI-യുമായി ചർച്ചയില്ല എന്ന് പറഞ്ഞ പിണറായി ഒരു കാരണവശാലും KN ബാലഗോപാലിന് മുറി കൊടുക്കാൻ പറഞ്ഞ് കത്ത് കൊടുക്കില്ല. അക്ഷരാർത്ഥത്തിൽ തിരുവഞ്ചൂർ KN ബാലഗോപാലിനെ വെട്ടിലാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയാണ് ഈ പറഞ്ഞ ആളുകളെല്ലാവരുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളെന്ന രീതിയിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയം എപ്പോഴും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രസികനാണ്, അതോടൊപ്പം കത്തിവെക്കുന്ന ആളാണ് എന്ന് പണ്ടേ നമുക്കറിയാം. കൊള്ളനടുത്ത് കൊള്ളുന്ന രൂപത്തിൽ ഫലിതം പറയുകയും എന്നാൽ പറയുന്ന കാര്യങ്ങൾ കൊള്ളനടുത്ത് കൊള്ളും ചെയ്യും. ഇവിടെ അതാണ് ചെയ്തത്. അദ്ദേഹം മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. നമുക്കറിയാം TP ചന്ദ്രശേഖരൻ കേസിൽ പിണറായി വിജയനെ വെറുതെ വിട്ടെങ്കിലും ആ പിടിക്കേണ്ടവരെയൊക്കെ പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയനെ വിറപ്പിച്ച് വെറുതെ വിട്ടത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്ന പിണറായി വിജയനെ നിയമസഭയിൽ എല്ലാവരും കേൾക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബാലഗോപാൽ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് വാ തുറന്ന് എന്തെങ്കിലും പറയും എന്ന് പറയുന്ന രൂപത്തിൽ പിണറായി വിജയൻ VD സതീശൻ പറയുന്നതിനൊന്നും മിണ്ടാൻ പറ്റാതെ അക്ഷരാർത്ഥത്തിൽ വായടച്ച് പഴം വിഴുങ്ങിയ പോലെ കിടക്കുന്നൊരവസ്ഥയിൽ അപ്പോഴാണ് എഴുന്നേറ്റ് നിന്ന് പരസ്യമായി ബാലഗോപാൽ പൊട്ടിത്തെറിച്ചത്. അന്നേ പിണറായി വിജയന് ഒരു നോട്ടമുണ്ട് ബാലഗോപാലിനോട്. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം നമ്മൾ കേട്ടിട്ടുള്ളത് CPI 8 പേരടങ്ങുന്ന CPI സംഘവും 26 പേരടങ്ങുന്ന CPM സംഘവുമാണുള്ളത്. 35 സീറ്റാണുള്ളത്. ഇതിൽ പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനം കൊടുക്കേണ്ടത് CPIക്കാണ് എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം മുറവിളി കൂട്ടുമ്പോൾ അതിനിടയിൽ വളരെ രഹസ്യമായിട്ടാണ് ഈ ബാലഗോപാൽ വളരെ മണിയടിച്ച് നമ്മുടെ സ്പീക്കറെ കൊണ്ട് ഈ കാര്യം നേടാൻ പോയത്. എന്നാൽ സ്പീക്കർ ആരാ മോൻ കൃത്യമായി തിരിച്ച് പണി കൊടുത്തു. അന്ന് നിയമസഭയിൽ തന്നെ ബാലഗോപാൽ ചാടി വീണപ്പോൾ, പിണറായി വിജയനെതിരെ ചാടി വീണപ്പോൾ, ഈ നിയമസഭയിൽ ഇങ്ങനെയൊന്നും കീഴ്വഴക്കമില്ല, വർഷങ്ങളോളം പാരമ്പര്യമുള്ള മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവായ ഒരു നേതാവാണ് പിണറായി വിജയൻ, അദ്ദേഹത്തോട് ഇങ്ങനെയൊന്നും ആരും തട്ടിക്കറരുത് എന്ന് പറഞ്ഞ് പിണറായി വിജയനോടൊപ്പം ചേർന്ന് കൃത്യത്തിൽ പിണറായി വിജയനെതിരെ ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ വിള്ളലാണ്, നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്ന് പുറം ലോകത്തെ അറിയിച്ച ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതേ നാണയത്തിൽ തന്നെയാണ്
ഇപ്പോൾ CPM-ൻ്റെ ഉള്ളിലുള്ള ഈ വിഴുപ്പലക്കൽ പുറത്തു വന്നതോടെ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPI ഒരു വേറിട്ട കക്ഷിയാണെങ്കിലും CPM-ൻ്റെ ഉള്ളിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു വലിയൊരു കോക്കസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ബാലഗോപാലാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷം ഇപ്പോൾ ബാലഗോപാലിനുണ്ട് എന്നുള്ളതാണ് സത്യം. ഏകദേശം 26 പേരിൽ 17ഓളം പേർ ഇപ്പോൾ ബാലഗോപാലിൻ്റെ കൂടെയാണ് എന്നുള്ള ഒരു വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. സാറേ, അതിൻ്റെ ഞാൻ ഇടപെട്ട് സംസാരിക്കണം ധരിക്കരുത്. ഇതിലൊരു നിഗൂഢമായിട്ടുള്ളൊരു നീക്കം വേറെ നടന്നു കാണാനുള്ള ഒരു സാധ്യത കൂടിയില്ല. കാരണം ഇപ്പോൾ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മകൾക്കെതിരെ നടക്കുന്ന ഈ ED അന്വേഷണം, സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം, പിണറായി വിജയനെതിരെ തന്നെ ഈ അന്വേഷണം കടന്നു വരും എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയൻ ഏറെ നാൾ ആ കസേരയിൽ ഉണ്ടാകില്ല എന്നൊരു സന്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ടോ? അല്ല, അത് 100% ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് പിണറായി വിജയനെതിരെയുള്ള കേസുകളിൽ എൻഫോഴ്സ്മെൻറ്റ് EDക്ക് നിയമപ്രകാരം കേസെടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. മകളെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിണറായി വിജയനാണ് അഴിമതി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് CMRL കൊടുത്ത ഫണ്ട് പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ അഴിമതിയുടെ പണമായിട്ട് മകളുടെ അക്കൗണ്ടിൽ എക്സാലോജി അക്കൗണ്ടിൽ വന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞിട്ട് മകൾ തന്നെ കൊടുത്ത മൊഴി അതാണല്ലോ. എനിക്കൊന്നും അറിയില്ല, അച്ഛനായിട്ടുള്ള ബന്ധമാണ്, അത് അച്ഛനായിട്ടുള്ള ബന്ധത്തിൽ പണം വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അച്ഛനാണ് ഉത്തരവാദി, അഴിമതി നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. മകൾ തന്നെ ഒറ്റുകൊടുത്തു. മാത്രമല്ല കർത്തായും പറഞ്ഞത് പിണറായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ പൈസ കൊടുത്തത്. അതിൻ്റെ അർത്ഥം എന്താ? പിണറായി അഴിമതി പണം വാങ്ങി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് കേസ് മുന്നോട്ട് കൃത്യമായി പോകുന്ന ഘട്ടത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ് സെറ്റിൽമെൻറ്റ് നടത്തിയില്ല, പിണറായി ആയിട്ട് സെറ്റിൽമെൻറ്റ് നടത്തിയില്ല എങ്കിൽ, അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള കാര്യം, ഏറ്റവും ലേറ്റസ്റ്റായി കിട്ടുന്ന കാര്യം, കേരളത്തിൽ BJP വളർത്താൻ വേണ്ടി പിണറായി വിജയൻ CPM-ൻ്റെ ഒരു പല ഭാഗങ്ങളിലുള്ള ആളുകളെ തന്നെ BJP-യിൽ എത്തിക്കാം ഉള്ള സംവിധാനം ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അത് എത്രമാത്രം വന്നാലും വന്നില്ലെങ്കിലും കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും പിണറായി വിജയൻ കൊടുങ്ങും. അത് മകളും കൂടെ. ആ സമയത്ത് അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. അപ്പോൾ മുൻകൂട്ടി എറിഞ്ഞത് ആ സ്ഥാനം തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും ബാലഗോപാലിനുണ്ട്. ഇതെല്ലാം കൃത്യമായി അറിയുന്ന രാഷ്ട്രീയമായി എല്ലാ കാര്യങ്ങളും അടവുകൾ 18 പയറ്റി നിൽക്കുന്ന തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഴം നീട്ടി എറിഞ്ഞിരിക്കുകയാണ് ബാലഗോപാലിൻ്റെ മുന്നിലേക്ക്. ബാലഗോപാൽ എങ്ങനെ പിണറായി വിജയൻ്റെ അടുത്ത് എത്തി പറയും? അതിലപ്പുറത്തേക്കാണ് CPM-ൻ്റെ ഉള്ളിൽ വലിയ തോതിലുള്ള പിണറായി വിജയനെതിരെ സ്പ്ലിറ്റ് വന്നിരിക്കുകയാണ്. പിണറായി വിജയനും മരുമോനും അത്രയും അടുത്ത കൂടെ നിൽക്കുന്ന ഒരു 5-6 പേര് മാത്രമേ പിണറായി വിജയൻ്റെ കൂടെ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അണികൾ 90% ഇപ്പോൾ പിണറായി വിജയനെതിരാണ്. CPM-നുള്ളിൽ പിണറായി വിജയനെതിരെയുള്ള വലിയ തോതിലുള്ള കാഹളമാണ് മുഴങ്ങുന്നത്. ഈ അവസ്ഥയിൽ പിണറായി വിജയൻ ഏത് സമയത്തും ഒരു അസ്തമയനം അദ്ദേഹം ജയിലിലേക്കുള്ള യാത്ര തുടങ്ങാനിരിക്കെ ആ സ്ഥാനം തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ആ ഇതിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കത്തിവെച്ച് കൊടുത്തത്. പോയി അനുമതി മേടിച്ചു വാ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് തന്നെ അവിടുന്ന് കൊടുക്കണം. ആ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് എന്നുള്ള നിലയിൽ LDF-ൻ്റെ ഔദ്യോഗിക വക്താവ് എന്നുള്ള രൂപത്തിൽ, അതിൻ്റെ നേതാവ് എന്നുള്ള രൂപത്തിൽ, അംഗീകരിക്കപ്പെട്ട ആളെന്ന രൂപത്തിൽ പിണറായി വിജയൻ തന്നെ ആർക്ക് കത്ത് കൊടുക്കണം? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുക്കുക എന്ന് പറയുന്നത് സാമാന്യമര്യ അതിൻ്റെ രീതിയാണ്. നിയമം വിട്ടിട്ട് തിരുവഞ്ചൂരിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അല്ലാതെ തന്നെ പിന്നെ ഒരു അടി കൊടുക്കും വേണം. രണ്ടും കൂടിയാണ് തിരുവഞ്ചൂർ കൊടുത്തത് ബാലഗോപാലിനെ ശരിക്കും പറഞ്ഞാൽ എണ്ണ തേച്ച് കുളിപ്പിച്ച് ശരിയാക്കി ആട്ടി വിട്ടിരിക്കുകയാണ് ഇപ്പം എന്നുള്ളതാണ് സത്യം. ആ പാട്ട് തന്നെ ഉണ്ടാക്കിയത് ബാലഗോപാലിന് വേണ്ടിയിട്ടാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും തിരുവഞ്ചൂർ അത് കൃത്യമായി ഉപയോഗിച്ചു. അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന വെള്ളൽ ചെറുതൊന്നുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-മാരിൽ ഭൂരിപക്ഷവും ഇപ്പോൾ പിണറായി വിജയനെതിരാണ് എന്നുള്ള വസ്തുത ഓരോ ദിവസവും പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും ശൈലജ ടീച്ചറൊക്കെ വളരെ തൊപ്പിട്ട് പോയി അവിടെ തോൽപ്പിച്ചു വിട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ വിരലിൽ എണ്ണാവുന്ന ആളുകൾ പിണറായി വിജയനെതിരെ നിൽക്കുന്നതിന് കാരണം പിണറായി വിജയൻ ഏത് സമയത്തും ജയിലിൽ പോകാൻ സാധ്യതയുണ്ടെന്നും ഇനി പിണറായി വിജയൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലെന്നും കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അണികളെ MLA-മാർ ബഹുഭൂരിപക്ഷം പിണറായി വിജയനെതിരായി തീർന്നിരിക്കുന്നത്. മാത്രമല്ല സാർ, ഇപ്പോൾ സെപ്റ്റംബറിൽ അവരുടെ സംസ്ഥാന സമിതി കോഴിക്കോട് വെച്ച് വിപുലീകരിച്ച സംസ്ഥാന സമിതി ചേരാനുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി വരെ ഇവിടുത്തെ ഈ തോൽവിക്ക് കാരണം പിണറായി വിജയനാണ് എന്ന ധാരണയിൽ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായും
ഈ സെപ്റ്റംബറിൽ കൂടുന്ന സംസ്ഥാന സമിതി വരെ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് CPM-നകത്ത് നിന്ന് തന്നെ നമുക്കറിയാൻ കഴിയുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഞാൻ തന്നെയാണ് ഉപനേതാവ്, എനിക്കൊരു മുറി വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ചില മുന്നൊരുക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വേണ്ടേ ധരിക്കാൻ? അല്ല, വ്യക്തമായ ഒരു പ്ലാനും പ്രവർത്തനവും ഈ ഭിന്നിപ്പ് മാർക്സിസ്റ്റ് പാർട്ടി MLA-മാരിൽ ഉണ്ടായ ഭിന്നിപ്പിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മുൻകൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാലഗോപാൽ സ്പീക്കർ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചത്. പക്ഷേ സ്പീക്കർ ചെറിയ പുള്ളിയല്ല, നമുക്ക് എല്ലാവരും അറിയാം. നിയമപരമായിട്ട് അറിവുള്ള ആളാണ്, അതേപോലെ തന്ത്രപരമായിട്ട് അറിവുള്ള ആളാണ്, പിന്നെ തിരിച്ചടി കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉള്ളിൽ അടി കൂടിക്കുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിന് കൃത്യമായിട്ടുണ്ട്. ആ തിരിച്ചടി കൊടുക്കുന്നത് പിണറായി വിജയനെ കൂടെ നിർത്തി അടിക്കുന്നു എന്ന് തോന്നുമെങ്കിലും പിണറായി വിജയനെ ശരിക്കും അടിക്കാനുള്ള ആയുധം ഇട്ടുകൊടുക്കുകയാണ്. ഇനിയിപ്പോൾ പിണറായി വിജയനടുത്ത് പോയി അവർ അടിപിടി കൂടണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിണറായി വിജയനും ബാലഗോപാലിനും അടിപിടി കൂടുമ്പോൾ അത് വലിയ തോതിൽ സ്പ്ലിറ്റ് വരും. അത് തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നില്ലെങ്കിലും 26 MLA-മാർ ഇപ്പോൾ കൃത്യമായി ബാലഗോപാൽ 26 MLA-മാരിൽ 17 MLA-മാർ ഇപ്പോൾ ബാലഗോപാലിൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരത്തും അതേപോലെ കൊല്ലത്തും പാലക്കാടും ഉള്ള തൃശ്ശൂരുമുള്ള അവിടെ നിന്നുള്ള MLA-മാരുള്ളത്. പിന്നെ കണ്ണൂരാണുള്ളത്. അപ്പോൾ 6 MLA-മാരാണ് കണ്ണൂരുള്ളത്. അതിൽ 6ഉം ഇവർ തന്നെയാണ്, CPM തന്നെയാണ്. അവിടെ നിന്നുള്ള MLA-മാരും കാസർഗോഡ് എന്നുള്ള ഒരു MLA മാത്രമാണ്. കാസർഗോഡ് നിന്ന് CPIക്ക് ഒരു MLA ഉള്ളൂ, അവിടെ CPM-ന് MLA ഇല്ല. അപ്പം ഈ 6 MLA-മാർ കണ്ണൂരുള്ള MLA-മാർ പിന്നെ കോഴിക്കോടുള്ള ഒരു MLA-യും മാത്രമാണ് പിണറായി വിജയൻ്റെ കൂടെയുള്ളത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ബാക്കി എല്ലാ MLA-മാരും തെക്ക് പാലക്കാട് തുടങ്ങി തൃശ്ശൂർ, അതേപോലെ നമ്മുടെ ഇവിടെ ആലപ്പുഴ, അതേപോലെ കൊല്ലം, തിരുവനന്തപുരം, ഈ ജില്ലകളിലെ MLA-മാരെല്ലാവരും തന്നെ ഇപ്പോൾ പിണറായി വിജയൻ്റെ എതിരായി നിൽക്കുന്നു എന്നുള്ള വാസ്തവം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പിണറായി വിജയനെയും കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ MLA-മാർ തന്നെ ഇല്ലാതാകും, അവരുടെ ഭാവിനെ തകരും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ 26 പേരിൽ 17 പേർ ഒറ്റക്കെട്ടായി ബാലഗോപാലിൻ്റെ കൂടെ നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കൃത്യമായ തെളിവാണ് ഇന്ന് ബാലഗോപാൽ പോയിട്ട് പിണറായി വിജയൻ്റെ ഒരു അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു ലെറ്ററോ ഇല്ലാതെ സ്പീക്കറെ സമീപിച്ചിരിക്കുന്നത്.